ഹായ്, ഉണ്ണി ജോസഫ് മൈക്കിൾ ഫ്രം ടിൻസബ്രോഡ് ആൻഡ് IELT. സോ ഞാൻ ഡെൻമാർക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഡെൻമാർക്കിൽ അക്കോമഡേഷൻ എക്സ്പെൻസും കാര്യങ്ങളും എങ്ങനെയാകും, അത് മാനേജ് ചെയ്യാൻ പറ്റുമോ ഒത്തിരി ആൾക്കാർ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഡെൻമാർക്കിലെ നമ്മുടെ അക്കോമഡേഷൻ നമുക്ക് വേണമെങ്കിൽ പല വിധത്തിൽ തിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊന്ന് ഷെയർഡ് അക്കോമഡേഷൻ ഉണ്ട്. നിങ്ങളുടെ ബെഡ്റൂം ഓക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ലിവിങ് ഹാളും അതുപോലെ തന്നെ കിച്ചണും നിങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കും. അതിനാണ് കോമൺ ഷെയർ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോപ്പൻഹേഗനും അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ പല ഭാഗങ്ങളിലും ഒരു ഷെയർഡ് അക്കോമഡേഷന് ലൊക്കേഷൻ അനുസരിച്ച് ഏകദേശം ഒരു ഇന്ത്യൻ മണി 25,000 രൂപ 35,000 രൂപയിലേക്കാണ് വരുന്നത്. വളരെ ചീപ്പാണ് അത് സത്യത്തിൽ. അതിനുശേഷം നമുക്കുള്ളൊരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 1 BHK ബെഡ്റൂമുകൾ അല്ലെങ്കിൽ 1 BHK ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തേതിന് ഏകദേശം ഒരു 40,000 മുതൽ 50,000 രൂപ വരെയൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അത് ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളൊരു സിറ്റി സെൻറ്ററിൽ, അതായത് ഒരു സിറ്റിയുടെ ഏറ്റവും നടുക്കൊക്കെയാണ് നമ്മളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിനൊക്കെ അടുത്ത് വരെ നമുക്ക് അതിന് മുകളിലോട്ട് വരെ നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഉള്ള സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ 3 ബെഡ്റൂമുകളൊക്കെ ഉള്ള BHK തൊട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 30,000 മുതൽ 60,000 75,000 1 ലക്ഷം 1.25 ലക്ഷം വരെയാണ് റെൻറ്റ് വരുന്നത്. നോർമലി നമ്മളൊരു ഹൈ പോഷ് അല്ലാത്ത ഏരിയയിൽ സിറ്റി സെൻറ്ററിൽ നിന്ന് മാറി ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള അക്കോമഡേഷനും കാര്യങ്ങളും എറൗണ്ട് ഒരു 70,000 75,000 80,000 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങളുടെ സാലറിയും മറ്റുമായിട്ട് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ര ഹ്യൂജ് എക്സ്പെൻസ് അല്ലാതെ നിങ്ങൾക്കൊരു അക്കോമഡേഷൻ കണ്ടെത്താൻ സാധിക്കും. അതേസമയം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ താമസിക്കുന്നത് സിറ്റി സെൻറ്ററിൽ ഹൈലി പോഷ് ഏരിയകളും മറ്റുമാണ് എങ്കിൽ നിങ്ങളൊരു ഫാമിലിക്ക് ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വരെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഒരു ആവറേജ് ഫാമിലിക്ക് 70,000 80,000 റെൻറ്റിലൊക്കെ തന്നെ ഡെൻമാർക്കിൽ താമസിക്കാൻ സാധിക്കും, വിച്ച് ഈസ് അഫോർഡബിൾ. താങ്ക് യു.